നമസ്കാരം. ഇന്ന് 2024 നവംബർ 13 ബുധൻ. ദേശാഭിമാനി മുഖപ്രസംഗം. അവതരണം രമ്യ മനോജ്. മണിപ്പൂർ ജനങ്ങളെ തോൽപ്പിക്കുന്ന BJP ഭരണം. മണിപ്പൂരിൽ നിന്നും നടുക്കുന്ന വാർത്തകൾക്ക് ശമനമില്ല. 1.5 വർഷത്തിലേറെയായി രക്തരൂക്ഷിതമായ സംസ്ഥാനത്ത് തിങ്കളാഴ്ച ജിരിബാം ജില്ലയിലെ ജഖ്രാദോർ കരോങ്ങിൽ കുക്കി വംശജരായ 11 പേരെ കേന്ദ്ര അർദ്ധസൈനിക വിഭാഗമായ CRPF വെടിവെച്ചു കൊന്നു. പോലീസ് സ്റ്റേഷനും CRPF പോസ്റ്റും സമീപത്തെ കടകളും ആക്രമിച്ചവർക്ക് നേരെ നടത്തിയ പ്രത്യാക്രമണത്തിലാണ് ഇത്രയും മരണമെന്ന് അധികൃതർ വിശദീകരിക്കുന്നു. ആയുധശേഖരം പിടിച്ചെടുത്തതായും അവകാശവാദമുണ്ട്. ഇക്കൊല്ലം മണിപ്പൂരിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടായ ദിവസം ഇതാണ്. സംസ്ഥാനത്തിന്റെ സുരക്ഷാ ചുമതലയിൽ നിന്ന് അസം റൈഫിൾസിനെ പടിപടിയായി പിൻവലിച്ച് CRPFനെ വിന്യസിച്ചു വരവെയാണ് ഈ കൂട്ടക്കൊല. ദീർഘകാലമായി മേഖലയിൽ പ്രവർത്തിച്ചു വന്ന അസം റൈഫിൾസിനെ പിൻവലിക്കുന്നതിൽ കുക്കി സംഘടനകൾ ആശങ്കയും പ്രതിഷേധവും പ്രകടിപ്പിച്ചിരുന്നു. BJP അധികാരത്തിൽ വന്ന ജനങ്ങളാണ് തോൽക്കുകയെന്ന സത്യത്തിന് മണിപ്പൂർ അടിവരയിടുന്നു. ഭരണ സംവിധാനങ്ങളും നിയമവാഴ്ചയും മണിപ്പൂരിൽ ഇപ്പോൾ കേട്ടുകേൾവി മാത്രം. കുക്കി വിഭാഗത്തിലെ ഭരണപക്ഷം MLA-മാർക്ക് പോലും തലസ്ഥാനമായ ഇംഫാലിൽ സധൈര്യം കാലുകുത്താൻ കഴിയുന്നില്ല. മിസൈലും ഡ്രോണും വരെ ഉപയോഗിച്ച് ആക്രമണമുണ്ടായി. 100 കണക്കിന് പേർ കൊല്ലപ്പെട്ടു. നിരവധി പള്ളികൾ തകർക്കപ്പെട്ടു. 10,000 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി. അതിലേറെ പേർ ഇതര സംസ്ഥാനങ്ങളിൽ അഭയം തേടി. സംസ്ഥാനം 2ആയി വിഭജിക്കപ്പെട്ട നിലയിലാണ്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ല. മെയ്തി ആധിപത്യ മേഖലയായ ഇംഫാലിൽ കുക്കികൾക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. കുക്കികൾക്ക് സ്വാധീനമുള്ള കുന്നിൻ മേഖലകളിൽ മെയ്തി വംശജർക്കും കടക്കാൻ കഴിയുന്നില്ല. സേനാ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ വേർതിരിവ് മറികടക്കാനാകുന്നില്ല. കോൺഗ്രസുകാർ കൂട്ടത്തോടെ കാലുമാറിയതിനെ തുടർന്ന് BJP അധികാരം പിടിച്ച സംസ്ഥാനങ്ങളിൽ ഒന്നാണിത്. മുഖ്യമന്ത്രി N ബീരേൻ സിംഗും മുൻ കോൺഗ്രസ് നേതാവാണ്. സ്വാധീനമുറപ്പിക്കാൻ BJPയും സംഘപരിവാറും നടപ്പാക്കിയ വിദ്വേഷ പ്രചാരണ പദ്ധതിയാണ് മണിപ്പൂരിനെ പൂർണ്ണ തകർച്ചയിൽ എത്തിച്ചത്. ആരംഭായ് തെങ്കോൾ, മെയ്തി ലിപ്പോൾ എന്നീ സംഘപരിവാർ സംഘടനകൾ കുക്കികൾക്കെതിരെ തീവ്ര വിദ്വേഷ പ്രചാരണം നടത്തുകയും വംശീയ വർഗീയ വെറി പടർത്തുകയും ചെയ്തു. സംവരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ഉപയോഗിച്ചു. മെയ്തി വിഭാഗക്കാർക്ക് പട്ടികവർഗ പദവി നൽകാൻ ശുപാർശ ചെയ്ത ഇംഫാൽ ഹൈക്കോടതി വിധിക്ക് പിന്നാലെ 2023 മെയ് 3 കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ സംസ്ഥാനത്തെ സുരക്ഷാ സംവിധാനമാകെ തകർന്നടിഞ്ഞു. ഇംഫാലിലെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ആയിരക്കണക്കിന് തോക്കുകളാണ് കവർച്ച ചെയ്യപ്പെട്ടത്. ഇവയിൽ ഭൂരിഭാഗവും തിരിച്ചുപിടിച്ചിട്ടില്ല. മെയ്തി തീവ്രവാദികളുമായി മുഖ്യമന്ത്രി രഹസ്യ ചർച്ചകൾ നടത്തുന്നതിന്റെ ശബ്ദരേഖയും പുറത്തുവന്നു. ബിരേൻ സിംഗിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് BJP-ക്കാരായ കുക്കി MLA-മാരും ആവശ്യപ്പെട്ടു വരികയാണ്. സംഘർഷങ്ങളിൽ ബിരേൻ സിംഗിനെതിരായ തെളിവുകൾ പരിശോധിക്കണമെന്ന ഹർജി സുപ്രീം കോടതി പരിഗണിച്ച അവസരത്തിൽ കേന്ദ്ര സർക്കാരിനായി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തെ കള്ളം പറഞ്ഞെന്ന ആരോപണവും ഗൗരവതരമാണ്. അക്രമികളെ സംരക്ഷിക്കാനും അവർക്ക് ആയുധവും പണവും നൽകാനും ബിരേൻ സിംഗിന് മുൻകൈയെടുത്തെന്ന് തെളിയിക്കുന്ന ഫോൺ സംഭാഷണങ്ങൾ പരിശോധിക്കണമെന്ന് കുക്കി MLA-മാരുടെ അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ ആവശ്യപ്പെട്ടിരുന്നു. കുക്കി വിഭാഗക്കാരായ MLA-മാരുമായി കൂടിക്കാഴ്ചകൾ നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രി പ്രയത്നിക്കുന്നുണ്ടെന്നായിരുന്നു സോളിസിറ്റർ ജനറലിന്റെ പ്രതികരണം. ഈ അവകാശവാദം കല്ലുവെച്ച നുണയാണെന്നും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഗൂഢനീക്കത്തിന്റെ ഭാഗമാണെന്നും കുക്കി വിഭാഗം MLA-മാർ പ്രതികരിച്ചതിന് മറുപടിയൊന്നും ഉണ്ടായിട്ടില്ല. BJP-യുടെ ഇരട്ട എഞ്ചിൻ ഭരണം ജനജീവിതത്തെ എങ്ങനെയൊക്കെ തകർക്കാമെന്നതിന് ഏറ്റവും പ്രകടമായ ഉദാഹരണമായി മണിപ്പൂർ മാറിയിരിക്കുന്നു. ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.